ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ 136ാമത് ജന്മശതാബ്ദി ദിനം മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പുഷ്പാർച്ചന, സർവമത പ്രാർത്ഥന എന്നിവയോടെയായിരുന്നു ദിനാചരണം. ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ 136ാമത് ജന്മശതാബ്ദി ദിനം മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. പുഷ്പാർച്ചന, സർവമത പ്രാർത്ഥന എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനി വർഗീസ് അധ്യക്ഷനായി. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K.R. മുരളീധരൻ ജന്മശതാബ്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലോകം കണ്ട ഏറ്റവും പ്രശസ്തമായ ജനങ്ങൾ അംഗീകരിച്ച, മറ്റു രാജ്യങ്ങൾ പോലും അംഗീകരിച്ച ഭരണഘടന നമ്മുടേതാണ്. ആ ഭരണഘടനയിൽ ഓരോ പൗരന്മാർക്കുമുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ്, പൗരൻ്റെ അവകാശങ്ങൾ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ അവകാശങ്ങളെയൊന്നും ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഒരു മനുഷ്യൻ ഭാരതത്തിൽ ജനിച്ചു വീണാൽ, ഒരു കുഞ്ഞൻ ജനിച്ചു വീണാൽ അവൻ്റെ വളർച്ചയിൽ അവന് അവകാശപ്പെടാവുന്ന ഒട്ടനവധി അവൻ്റെ അവകാശങ്ങളുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം, നമ്മൾ സൂചിപ്പിക്കുന്ന പോലെ ഇഷ്ടമുള്ള ഭക്ഷണവും ഇഷ്ടമുള്ള മതവും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള വേഷം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ. അതൊക്കെ എഴുതി പിടിപ്പിച്ച് ഈ തലത്തിലേക്ക് കൊണ്ടുവരാൻ നേതൃത്വം കൊടുത്തത് ഇന്നത്തെ കാര്യം. ഇവിടെ സജീവ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രഥമ നിയമമന്ത്രിയായിരുന്നു ഡോക്ടർ ബി.ആർ. അംബേദ്കർ. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ രാജ്യത്തിന് ഒരിക്കലും വിസ്തരിക്കാൻ കഴിയാത്ത ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയുടെ ജന്മദിനമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. ജനാധിപത്യ ധ്വംസനം നടത്തി ഈ രാജ്യത്തെ സ്വേച്ഛാധിപത്യ ശക്തിയുടെ അല്ലെങ്കിൽ ഛത്രാധിപതിയായി നരേന്ദ്രമോദിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു ഭരണഘടന പുതിയതായി ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് 400 സീറ്റ് അവർ ആവശ്യപ്പെട്ടത്. പക്ഷേ ജനം ആ ആവശ്യത്തെ നിരാകരിച്ചു. അവർ അധികാരത്തിൽ വന്നെങ്കിൽ പോലും ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഒരുപക്ഷെ സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവും ശക്തമായ അംഗബലം കൊണ്ടും അതേപോലെ തന്നെ വ്യക്തിപ്രഭാവം കൊണ്ടും ഏറ്റവും ശക്തമായ പ്രതിപക്ഷത്തെയാണ് നരേന്ദ്രമോദിക്കും കൂട്ടർക്കും നേരിടേണ്ടി വന്നത്. അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഭാരതത്തിൻ്റെ ജനാധിപത്യം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ അവർ പ്രവർത്തിക്കുമായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ ലളിത രവീന്ദ്രനാഥ്, വൈസ് ചെയർമാൻ K. ഗോപൻ, മറ്റ് നേതാക്കളായ നൈനാൻസി കുറ്റിശ്ശേരിൽ, അജിത്ത് കണ്ടിയൂർ, പഞ്ചവടി വേണു, T. കൃഷ്ണകുമാരി, സജീവ് പ്രായിക്കര, ജസ്റ്റിസൺ പാട്രിക്, ബിനു കല്ലുമല, രാജീവ് വള്ളികുന്നം, ചിത്ര ഗോപാലകൃഷ്ണൻ, M. രമേഷ് കുമാർ, ഉമാദേവി, ശോഭാമധു, ശ്രീകുമാർ, മഹാദേവൻ പിള്ള, N. മോഹൻദാസ്, രമേശ് ഉപ്പാൻസ്, സന്തോഷ് കല്ലുമല, ഉദയഭാനു തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ് മാവേലിക്കര.